മോഹൻലാലിൻ്റെ പ്രണവ് ആർട്സിന് വേണ്ടി ഞാൻ 3 സിനിമകൾ ചെയ്തു. കിരീടത്തിൻ്റെ നിർമ്മാതാവിന് വേണ്ടി 3 സിനിമ ചെയ്തു. അങ്ങനെ 3-ൽ കൂടുതൽ എനിക്ക് തോന്നുന്ന ഒരു നിർമ്മാതാവ് ഞാൻ ചെയ്ത ഏക നിർമ്മാതാവ് കോക്കേസാണ്. സിനിമയിലൂടെ നമുക്കൊരു സൗഹൃദമുണ്ട്. നമ്മൾ ചില സിനിമ പരസ്പരം ചെയ്യുന്ന സമയത്താണ് നമ്മൾ പരിചയമാകുന്ന, അടുപ്പമാകുന്നത്, സൗഹൃദം ഉണ്ടാകുന്നത്. പക്ഷേ സിനിമ ചെയ്താകുന്ന സൗഹൃദം ഇല്ലാതായി തീരുന്ന പറയുമ്പോൾ ആ സൗഹൃദം ഒരു കള്ള സൗഹൃദമായിരുന്നു. അത് ഒരിക്കലും ഞങ്ങളുടെ ഇടയിൽ സംഭവിച്ചിട്ടില്ല. നമ്മളവിടെ ശരിക്കും സമരംഭത്തിനൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നവർ എന്തൊരു ജോലി ചെയ്യുകയാണ് നമ്മൾ എന്നുള്ള തോന്നലില്ല. നമ്മളൊരു വെക്കേഷൻ അവിടെ വന്നപ്പം അതും നടക്കുന്നുണ്ട് ഇതും നടക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ ഒരു സ്ട്രെയിൻ എടുത്തിട്ടേ ഇല്ല ആ സിനിമയ്ക്ക്. ഇതൊരു എൻജോയ്മെൻ്റാണ്. നമ്മൾ ഭയങ്കര ആർക്കോ വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കാമെന്ന് നമുക്കും തോന്നുന്നില്ല. ഞാനൊരാളെ കൊണ്ട് പണിയെടുപ്പിക്കാമെന്ന് മറ്റേ ആർക്കും തോന്നുന്നില്ല. നമ്മളൊരു ഒരു കലാസൃഷ്ടി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ. ആ സുഖത്തിൽ തന്നെയാണ് സിയാദോട് വർക്ക് ചെയ്യുന്നത്. എവർഗ്രീനുമായി അല്ലെങ്കിൽ കാലങ്ങളോളം നിൽക്കാൻ പോകുന്ന പാട്ടെന്ന് പറയുന്നത് എന്തൊരു മഹാനുഭാവം. കാരണം ദാറ്റ് ഈസ് എ ക്ലാസ് എന്നോ എല്ലാത്തിനും മുകളിൽ നിൽക്കുന്ന ഒരു മലയാളി പ്രേക്ഷകർക്ക് ലോക സിനിമയെ പരിചയപ്പെടുത്തിയ കോക്കേഴ്സ് ഫിലിംസ് ഇന്ന് 40ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ആ 40ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ കോക്കേഴ്സ് ഫിലിമുമായി ഒരുമിച്ച് ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള സിബി സാറാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് ചോദിക്കാം സിബി സാറിന് എന്തൊക്കെയാണ് കോക്കേഴ്സ് ഫിലിംസിനെ കുറിച്ച് പറയാനുള്ളതെന്ന്. ഹായ് സർ. കോക്കേഴ്സ് ഫിലിംസ് എന്ന് പറയുന്നത് ഒരുപാട് വർഷമായി നമ്മുടെ കൂടെയുള്ളൊരു ഫിലിംസ് തന്നെയാണ്. സിനിമയുടെ എല്ലാത്തിലും ഒരുമിച്ചുള്ളൊരു സിനിമ, അതൊരു ലോകം തന്നെയാണ് കോക്കേഴ്സ് ഫിലിംസ് എന്ന് പറയുന്നത്. അപ്പോൾ കോക്കേഴ്സ് ഫിലിംസ് ആക്ച്വലി 40 വർഷത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ സാറ് അതിൻ്റെ ഭാഗമായിരുന്നു, ഇപ്പോഴും ആണ്. അപ്പോൾ എന്ത് തോന്നുന്നത് അതിനെക്കുറിച്ച് ഈ ഒരു 40 വർഷക്കാലത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ? മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ദീർഘകാലം സിനിമയിൽ നിലനിന്ന പ്രൊഡക്ഷൻ ഹൗസസ് വളരെ കുറവാണ്. ആദ്യകാലങ്ങളിലുണ്ടായിരുന്ന വലിയ വലിയ പ്രൊഡക്ഷൻ ഹൗസസ് ഒരുപാട് സിനിമകൾ ചെയ്ത് കുറേ കാലം ഇവിടെ നിന്നിരുന്നുണ്ട്. മഞ്ഞിലാസ്, സുപ്രിയ, അതിനു മുമ്പേ ഉള്ളത് ഉദയ, മെറിലാൻഡ് തുടങ്ങിയ സിനിമാ നിർമ്മാണ സ്ഥാപനങ്ങൾ. അതൊക്കെ അവരൊക്കെ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് സ്റ്റുഡിയോ ഫ്ലോറും സ്റ്റുഡിയോയും ഒക്കെ സ്വന്തമായിട്ടുള്ള മെറിലാൻഡും ഉദയൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ അതിന് ശേഷം വന്നവർ അങ്ങനെ ഒരു സ്വന്തം സ്റ്റുഡിയോയും അല്ലെങ്കിൽ ഫ്ലോറുകളും വെച്ചിട്ടല്ല അവർ സിനിമ ചെയ്തിട്ടുള്ളത്. അവർ കൂടുതൽ ആദ്യകാലത്ത് അവർ ചെന്നൈ ബേസ്ഡാണ്. അന്നത്തെ മദ്രാസാണ്. മദ്രാസിലായിരുന്നു മലയാള സിനിമയുടെ ഒരു കേന്ദ്രം. ദക്ഷിണേന്ത്യൻ സിനിമകൾ മുഴുവൻ മദ്രാസിൽ നിന്നാണ് വന്നത്. കോടമ്പക്കം തന്നെയായിരുന്നു. പിന്നീട് മലയാള സിനിമ ഇങ്ങോട്ടേക്ക് പറിച്ചു നടന്നത് ഒരു 90കളുടെയൊക്കെ അവസാനത്തിലൊക്കെയാണ് കൂടുതലായിട്ടും മലയാള സിനിമ കേരളത്തിലേക്ക് എത്തുന്നത്. പക്ഷേ ഈ കോക്കേഴ്സ് ഫിലിംസും ഞാനും ഏകദേശം ഒരേ സമയത്ത് സിനിമയിൽ വന്ന ആൾക്കാരാണ്. ഞങ്ങൾക്കൊരു പ്രായമാണ് സിനിമയിൽ. എൻ്റെ ആദ്യത്തെ സിനിമയും 85-ലാണ്. കോക്കേഴ്സിൻ്റെ ആദ്യത്തെ സിനിമയും 85-ലാണ്. കൂടും തേടി എന്ന സിനിമ. അപ്പോൾ ഏകദേശം ഒരേ കാലഘട്ടത്തിൽ സിനിമയിൽ സജീവമായി വന്ന ഒരു സ്ഥാപനവും അതിൻ്റെ ഉടമ സിയാദ് കോക്കറും ഞാനും അതേപോലെ തന്നെ സിനിമയിൽ അതേ കാലഘട്ടത്തിൽ വന്ന ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ. അപ്പം ഞങ്ങൾ ഒരുമിച്ചുള്ള യാത്രയിൽ ഞങ്ങൾ ഒരുമിച്ച് സിനിമകൾ ചെയ്തു തുടങ്ങിയത് വളരെ കാലത്തിന് ശേഷമാണ്. ഏതാണ്ട് 13 വർഷങ്ങൾക്ക് ശേഷമാണ് സിനിമയിലെത്തി. 13 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ രണ്ടുപേരും 13 വയസ്സിലെത്തിയ ശേഷമാണ്, ഞങ്ങൾ ടീനേജിലാണ് ഞങ്ങൾ സിനിമയിലേക്ക് എത്തുന്നത്. അപ്പം സിനിമയെ എനിക്ക് അത് തോന്നുന്നത്, ഒരാളൊരു സിനിമ എടുക്കാൻ വരുമ്പോൾ അയാൾക്ക് പല ഇൻറ്റൻഷൻസ് ഉണ്ടാവും. പലർക്കും ചിലർക്ക് അതിൽ നിന്ന് പണവും ഫെയിമും ഒക്കെ പ്രതീക്ഷിച്ചിട്ടാണ് വരുന്നത്. ചിലരൊരു പാഷനോട് കൂടി വരുന്നവരുണ്ട്. അതിൽ രണ്ടാമത്തെ ഘട്ടത്തിൽ ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് സിയാദ് കോക്കർ. സിനിമ എന്ന് പറയുന്നത് ഒരു പാഷനായിട്ട് കൊണ്ടു നടന്ന ആളാണ്. കാരണം അദ്ദേഹത്തിന് അതിനു മുമ്പും സിനിമയുമായിട്ട് വളരെ ബന്ധമുണ്ടായിരുന്നു. സിനിമ എന്ന് പറയുന്നത് അതിൻ്റെ എക്സിബിഷൻ ഏരിയയിൽ സ്വന്തമായിട്ട് തിയേറ്ററുകൾ. കേരളത്തിലെ ആദ്യത്തെ 70 mm തിയേറ്റർ ഓൺ ചെയ്ത ഒരു കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. സൈന എന്ന് പറയുന്നത്. ഞാനൊക്കെ എൻ്റെ ഓർമ്മയിൽ ചെറുപ്പകാലത്ത് സ്കൂളിൽ നിന്നും എക്സ്കർഷന് പോകുന്ന കൂട്ടത്തിൽ 70 mm തിയേറ്റർ സൈന തിയേറ്ററിൽ പോയി സിനിമ കണ്ട് ഞാൻ കണ്ട സിനിമയും എനിക്ക് ഓർമ്മയുണ്ട്. സൗണ്ട് ഓഫ് മ്യൂസിക് എന്ന് പറയുന്ന സിനിമ. അപ്പം നമ്മൾ സ്കൂൾ കാലഘട്ടത്തിൽ തൊട്ട് അല്ലെങ്കിൽ അപ്പം സിയാദും ഏകദേശം ആ സമയത്തൊക്കെ പഠനകാലം തന്നെയാണ്. അപ്പം
മലയാളത്തിലെ ആദ്യത്തെ അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ 70 mm തിയേറ്ററിന് ഉടമയായ ഒരു പിതാവിൻ്റെ മകനാണ്. അതേപോലെ തന്നെ കേരളത്തിൽ എറണാകുളത്തെ ഏറ്റവും പ്രശസ്തമായ തിയേറ്ററുകൾ മൈമൂൺ ലുലു എന്ന് പറയുന്ന 2 തരം സിനിമ പ്രദർശനശാലകൾ സ്വന്തം വീട്ടുമുറ്റത്തും പണിത ആൾക്കാരാണ്. വീടിൻ്റെ മുമ്പിലത്തെ സ്ഥലത്താണ് അവർ വീട് പണിത്, ഈ തിയേറ്റർ പണിത്. അപ്പോൾ അത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറി. ആ സിനിമ എന്ന് പറയുന്ന ഒരു അവരുടെ ബ്ലഡിലേക്ക് കയറി. സിയാദ് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ സിനിമയ്ക്ക് വേണ്ടി, സിനിമ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചൈനയിലൊക്കെ ഇംഗ്ലീഷ് സിനിമകൾ വരും, ഹോളിവുഡ് സിനിമകൾ. ഈ ഹോളിവുഡ് സിനിമകൾ കിട്ടണമെങ്കിൽ ചെന്നൈയിലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ അടുത്ത് പോകണം, നേരിട്ട് പോയി. അതായത് ഹോളിവുഡിലെ സിനിമകൾ ഇവിടെ തരുന്ന ചില വിതരണ സ്ഥാപനങ്ങൾ ചെന്നൈയിലുണ്ട്. MGMൻ്റെ ആയാലും വാർണർ ബ്രദേഴ്സിൻ്റെ ഒക്കെ ആയുള്ള സിനിമകൾ കൊണ്ടുവരുന്ന ഒരു സ്ഥാപനങ്ങൾ അവിടെയുണ്ട്. അവിടെ നേരിട്ട് പോയി സിനിമകൾ സെലക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന്, അത് സിയാദ് തന്നെ നേരിട്ട് പോയി ചെയ്തിരുന്ന കഥകളൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം സിനിമയെ പാഷനോടെ കാണുന്നത്, നമ്മൾ ലോക സിനിമയെ അല്ലെങ്കിൽ ഹോളിവുഡ് സിനിമയെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നവരൊക്കെ വലിയ മലയാളികളുടെ മുമ്പിൽ എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ്. സിയാദ് ആദ്യമായിട്ട് സിനിമ എടുത്ത കഥകളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കയ്യിൽ നിന്നും ഒരു 5 ലക്ഷം രൂപ വാങ്ങി ആദ്യത്തെ സിനിമ എടുത്തു. അതിൻ്റെ ലാഭം കൊണ്ട് തിരിച്ച് പിതാവിനെ ഏൽപ്പിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മകൻ അത് ഇതിന് പ്രാപ്തനാണ്, ഈ ഒരു ബിസിനസ് ചെയ്യാൻ പ്രാപ്തനാണ് എന്നുള്ള. പിന്നീട് തുടർച്ചയായിട്ട് സിനിമകൾ ചെയ്യാനുള്ള ഒരു പ്രചോദനം അതിൽ നിന്നാണ് കിട്ടിയത്. അപ്പം പിന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള തുടർച്ചയായിട്ട് സിനിമകൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു നിർമ്മാണ സ്ഥാപനം ഇത്രയും കാലം നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ പുറകിലുള്ള ആ പ്രധാനപ്പെട്ട വ്യക്തിക്ക് സിനിമ ഒരു ബിസിനസ് മാത്രമല്ല, സിനിമയിൽ നിന്നും പേരും പ്രശസ്തിയും പണവും മാത്രം ആഗ്രഹിച്ച് വരുന്നവർക്ക് ഒരുപക്ഷെ ഇത്രയും ഒരു ദീർഘകാലം നിൽക്കാൻ കഴിയില്ല. കാരണം സിനിമയെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ഒരു പാഷനായിട്ട് ഉള്ളിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്നവർക്ക് അതൊരു തുടർമാനമായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. പരാജയങ്ങളുണ്ടായാലും വിജയങ്ങളുണ്ടായാലും അതിനെയൊക്കെ ഒരേപോലെ അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള പ്രാപ്തി അങ്ങനെയുള്ളവർക്ക് ഉണ്ടാവുള്ളൂ. അത് സിയാദിനുണ്ടായിരുന്നത് കൊണ്ടാണ് ഈ 40 വർഷക്കാലവും നിലനിന്നത്. സിനിമയുടെ ഒരു നിർമ്മാണത്തിൻ്റെ ആദ്യ ഘട്ടം തൊട്ട് ആരാണ് എൻ്റെ സിനിമ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നിടം തൊട്ട് എന്ത് കഥയാണ് എൻ്റെ സിനിമയുടേത്, ഇക്കാര്യങ്ങളിലുള്ള എല്ലാ തീരുമാനങ്ങളുടെയും കൂടെ സഞ്ചരിക്കും. എൻ്റെ അടുത്ത് ആദ്യമായിട്ടൊരു സിനിമ ചെയ്യാൻ വന്നപ്പോൾ എനിക്ക് അത് സിനിമ ചെയ്യാൻ പറ്റാതെ എൻ്റെ തിരക്കുകൊണ്ട് എനിക്ക് എന്നെ അപ്പോൾ ആദ്യം ചെയ്താണ്. അദ്ദേഹം ആദ്യം ഒരു സംവിധായകനെയാണ് കണ്ടെത്തുന്നത്. എൻ്റെ സിനിമ ചെയ്യാൻ ഒരു സംവിധായകനെ കണ്ടെത്തുകയാണ് അദ്ദേഹത്തിൻ്റെ സിനിമ ചെയ്യാനായിട്ട്. അങ്ങനെയാണ് എന്നെ സമീപിക്കുന്നത്. ആ സമയത്ത് എനിക്കത് സാധിച്ചില്ലെങ്കിൽ പോലും എനിക്കിഷ്ടപ്പെട്ടത് ആ ഒരു അപ്രോച്ച് ഉണ്ടല്ലോ. ഒരാളെ അല്ലെങ്കിൽ എൻ്റെ ഇന്ന ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് ഉണ്ട്, എനിക്ക് ഇന്ന പോലത്തെ ഒരു സിനിമ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നൊന്നും പറഞ്ഞല്ല വരുന്നത്. അദ്ദേഹം ആദ്യമായിട്ട് ട്രസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ സംവിധായകനെയാണ്. ആ സംവിധായകനെ ട്രസ്റ്റ് ചെയ്തിട്ട് ആ സംവിധായകന് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിനിമ ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് വരുന്നത്. നമ്മളെ ഒരാൾ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് അവരോട് തിരിച്ചു കൊടുക്കാൻ കഴിയും. അവരാഗ്രഹിക്കുന്ന നമ്മളെ കോൺഫിഡൻസ് എടുത്താൽ മാത്രമേ നമുക്ക് ആ കോൺഫിഡൻസിന് അനുസരിച്ചിട്ടുള്ള ഒരു റിസൾട്ട് അവർക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ. സിയാദ് അങ്ങനെ തന്നെയാണ്. അല്ലാതെ പെട്ടെന്നൊരു സക്സസ് ഉണ്ടായാൽ അയാളുടെ പുറകെ പോകും, അങ്ങനെയൊന്നുമില്ല. നമ്മളെ നിരന്തരമായിട്ട് നിരീക്ഷിക്കുന്നുണ്ടാവും, നമ്മൾ ചെയ്തു വന്ന സിനിമകൾ കണ്ടിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ ആയിരിക്കാം ഒരാളെ തീരുമാനിക്കുന്നത്. പിന്നെ ഈ സിനിമയുടെ കഥ രൂപപ്പെടുന്നിടം തൊട്ട് അതിൻ്റെ കഥാചർച്ചയുടെ ഘട്ടങ്ങളിൽ തൊട്ട് അതിൻ്റെ കൂടെ ഉണ്ടാവും. ഒരിക്കൽ മാത്രം ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണമായ ഒരു പിക്ചർ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായി കഴിയും. പിന്നെ ഏത് ഉറക്കത്തെ വിളിച്ച് ചോദിച്ചാലും ആ സീൻ ഏതാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്ന രീതിയിൽ അങ്ങനെ ഒരു നിർമ്മാതാക്കൾ അപൂർവമാണ്. ബാക്കി എല്ലാവരും അതിൻ്റെ കണക്കുകളും ബിസിനസ്സുകളും അതിൻ്റെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന വരുമാനങ്ങളെ, ലാഭങ്ങളെ, അതിൻ്റെ സെയിൽസിനെയൊക്കെ പറ്റി ചിന്തിക്കുമ്പോൾ അദ്ദേഹം അങ്ങനെ ആയിരുന്നില്ല. അതിൻ്റെ കൂടെ നിൽക്കും, ലൊക്കേഷനിലുണ്ടാവും. നമുക്ക് എന്താവശ്യമുണ്ടെങ്കിലും അവിടെ സിനിമയ്ക്ക് ഗുണകരമാകുന്ന എന്ത് ഒരു ആവശ്യവും ഒരു സംവിധായകൻ ചോദിച്ചാൽ ഒരു മടിയും കൂടാതെ നമ്മളെ വിശ്വസിച്ച് തരികയും ചെയ്യും. അത് ഇപ്പം അദ്ദേഹത്തോടൊപ്പം സിനിമ ചെയ്ത എല്ലാവർക്കും അത് തന്നെ ആ അനുഭവം തന്നെ ആയിരിക്കും പറയാറുണ്ടാവുക. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു 5ഓളം സിനിമകൾ ചെയ്തതിൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ കോക്കേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം
എന്തുകൊണ്ട് ഈ 40 വർഷക്കാലം ഇവിടെ നിലനിന്നു, ഇപ്പോഴും നിലനിൽക്കുന്നു, തുടർന്നും അടുത്തൊരു തലമുറ അത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു ഘട്ടത്തിൽ കൂടിയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. 40 വർഷം കഴിയുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ മകൾ ഇതിൻ്റെ സ്ഥാപനത്തിൻ്റെ ഒരു അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള പ്രാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം അവരും ജനിച്ചപ്പോൾ തൊട്ട് കണ്ടുവരുന്നത് ഈ ഒരു വീട്ടിലും നടക്കുന്ന സിനിമയെക്കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളും അവരുടെ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് വരുന്ന സിനിമകളും ഇതെല്ലാം കണ്ടു വളർന്നതാണ്. അപ്പോൾ അത് ഒരു ലേണിംഗ് എക്സ്പീരിയൻസ്. അവരുടെ ജീവിതം മുഴുവനും പഠിച്ചു മനസ്സിലാക്കി വിജയങ്ങളും പരാജയങ്ങളും കണ്ട, വലിയ വിജയങ്ങളും വലിയ പരാജയങ്ങളും കണ്ട ഒരു പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് പുതിയൊരു തലമുറ ഇതിനെ ഏറ്റെടുക്കുമ്പോഴത്തേക്കും അത് ഇനിയും സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു യാത്ര ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. യെസ്, ഇനിയും ഒരുപാട് സക്സസ്ഫുൾ ആയ യാത്ര ഉണ്ടാവട്ടെ. അപ്പോൾ എന്തായാലും ആ ഒരു കോൺഫിഡൻസിൽ നിന്ന് ഒരുപാട് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. 5 സിനിമയാണ് സർ സിയാദ് കോക്കറിൻ്റെ കൂടെ ചെയ്തിട്ടുള്ളത്. ഇപ്പം സമറിൻ ബത്ലഹേം, അതുപോലെ അപൂർവരാഗം, അങ്ങനെ ഒരുപാട് 5 സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സിനിമകളിലൊക്കെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഈ ഒരു കോക്കേഴ്സിൻ്റെ ബാനറിലുണ്ടായ എക്സ്പീരിയൻസ്? ഞാൻ പറഞ്ഞത്, ഈ നമ്മൾ ഒരു സിനിമ ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ വരുന്ന നിർമ്മാതാവും സംവിധായകരോടാണ് ആദ്യം ഒരു ഇൻറ്ററാക്ഷൻ നടക്കുന്നത്. നമ്മൾ തമ്മിലൊരു മനപ്പൊരുത്തമുണ്ടെങ്കിൽ, സംവിധായകനും നിർമ്മാതാവും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ആ സിനിമയിൽ പ്രതിഫലിക്കും. ഇത് കൂടെ നിൽക്കുക ഒരാൾ നമ്മുടെ ഓരോ ഘട്ടങ്ങളിലും നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് നമ്മൾ ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും ഒരു കുറവ് തോന്നിയാൽ നമ്മളെ വിളിച്ച് പറയാൻ, നമ്മളെ മാത്രം വിളിച്ചിട്ട് അത് അങ്ങനെയല്ലല്ലോ ഇങ്ങനെയും കൂടെ നോക്കിക്കൂടെ എന്നൊക്കെ പറയാനും മാത്രം അത് ഞാൻ അത്തരം പേഴ്സണൽ എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് ഒരുപാടുണ്ട്. ചില സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന വഴിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ മുൻകൂട്ടി കണ്ട ചില കാര്യങ്ങളിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നതായിട്ട് ചിലപ്പോൾ തോന്നിയാൽ നമ്മളെ വിളിച്ചൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ പല പ്രഷറുകളിൽ കൂടി ആയിരിക്കും സിനിമകൾ ഷൂട്ടിംഗ് സമയത്ത് നമ്മൾ അങ്ങനെ ആയിരിക്കും, ഒരുപാട് കാര്യങ്ങളുടെ പ്രഷേഴ്സ് ഉണ്ടാവും. പക്ഷേ അതൊക്കെ നമ്മുടെ കൂടെ നിന്നിട്ട് നമുക്കറിയാം ഒരാൾ എൻ്റെ കൂടെ ഉണ്ട്, എനിക്ക് സപ്പോർട്ടായിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇയാൾ പുറയിലുണ്ട് എന്നുള്ളൊരു ധൈര്യം എപ്പോഴും ഉണ്ടാവും. പിന്നെ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്തും ഓരോ ഘട്ടത്തിലും നമ്മുടെ കൂടെ ഉണ്ടാവും. എഡിറ്റിംഗ് സമയത്ത് എല്ലാം ഇത് കണ്ട് ഓരോ പ്രാവശ്യം കാണുമ്പോഴും അതിനകത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശങ്ങളും എല്ലാം ഉണ്ടാകും. അതൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് ഉള്ള കാര്യങ്ങളാണ്. പിന്നെ അതിൻ്റെ വിതരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഡിസ്ട്രിബ്യൂഷൻ സ്ഥാപനം ഉണ്ടായിരുന്നു. അദ്ദേഹം അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റിലീസ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഒരു ശൈലിയുണ്ട്. റിലീസ് ഡേറ്റ് തീരുമാനിക്കുന്നത്, എത്ര തിയേറ്ററുകളിൽ, ഓരോ പടത്തിൻ്റെയും ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു റീച്ചബിലിറ്റിയെ മനസ്സിലാക്കിക്കൊണ്ട് വേണം. ഒരു ചെറിയ പടം കൊണ്ട് എല്ലാ തിയേറ്ററുകളും കൊണ്ട് റിലീസ് ചെയ്യുന്ന പോലെയും ഒരു വലിയ സിനിമ കൊണ്ട് ചെറിയ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനും പാടില്ല എന്നും പറയുന്ന ചില സ്ട്രാറ്റജിയുണ്ട്. ആ സ്ട്രാറ്റജിയൊക്കെ കൃത്യമായിട്ടും വർഷങ്ങളായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ ഇതിൻ്റെ മാർക്കറ്റിംഗ് കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. ഇപ്പോൾ അടുത്ത കാലത്ത് ഇവരുടെ ദേവദൂതൻ എന്ന് പറയുന്നത് ഞാൻ ചെയ്ത സിനിമ 24 വർഷത്തിന് ശേഷം അത് റിലീസ് ചെയ്യുമ്പോൾ അതൊരു കൺവെൻഷനലായിട്ടുള്ളൊരു പബ്ലിസിറ്റി രീതി അല്ലോ അതിന് ഉപയോഗിച്ചത്. അത് വളരെ ഇന്നത്തെ ഏറ്റവും വലിയ ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യുന്ന സോഷ്യൽ മീഡിയ വളരെ വിദഗ്ധമായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അത് ചെയ്തത്. അല്ലാതെ പത്രത്തിൽ വലിയ പരസ്യം കൊടുത്തിട്ടോ ഒരുപാട് പോസ്റ്ററുകൾ ഒട്ടിച്ചിട്ടൊന്നുമില്ല. പുതിയ ജനറേഷനാണ് സിനിമ കാണാത്തവർ. ആ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് അത് എത്താനായിട്ട് ഏറ്റവും നല്ല ഒരു പബ്ലിസിറ്റി സ്ട്രാറ്റജിയാണ് എടുത്തത്. സോഷ്യൽ മീഡിയയിലൂടെ ആ സിനിമയോട് ബന്ധപ്പെട്ട എല്ലാവരുടെയും ആ ഇൻ്റർവ്യൂകൾ, ആ കണ്ടൻറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അന്ന് പുതിയ ആൾക്കാർ സിനിമയെ വഴിയിലൊക്കെ നടക്കുമ്പോൾ കാണുന്ന പോസ്റ്റർ കണ്ടോ പത്രത്തിൽ വരുന്ന ഒരു പരസ്യം കൊണ്ടോ മാത്രമല്ല, അതിനേക്കാളും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ദിവസത്തിൽ ഒരുപാട് പ്രാവശ്യം അവരുടെ മുമ്പിലേക്ക് അവരുടെ സോഷ്യൽ മീഡിയ അവരുടെ ഓരോ വിസിറ്റിലും അവർ പുതിയ അറിവുകൾ ഒരു പ്രോഡക്റ്റിനെ പറ്റി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ദേവദൂതൻ ഇപ്പം. അപ്പോൾ ഞാൻ പറയുന്നത് തലമുറയ്ക്കും കാലത്തിനും ഒപ്പം സഞ്ചരിച്ചുകൊണ്ട് പുതിയ രീതികളിൽ സിനിമയെ മാർക്കറ്റ് ചെയ്യാനുള്ളൊരു തന്ത്രം ഉണ്ടാകുന്നു. അത് നന്നായിട്ട് വർക്ക് ചെയ്തു. കാരണം നമുക്കറിയാം ദേവദൂതൻ തിയേറ്ററുകളിൽ കിട്ടിയ ഒരു ഫസ്റ്റ് ഡേ തന്നെ ഇനീഷ്യൽ കിട്ടാനായിട്ടൊരു കാരണം, അതായത് 24 വർഷങ്ങൾക്ക് മുമ്പ് ഫെയിലറായ ഒരു സിനിമ വീണ്ടും റിലീസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡേ തിയേറ്ററുകൾ ഫുള്ളാകണമെങ്കിൽ അതിൻ്റെ പുറകിൽ അത്തരത്തിലുള്ള സ്ട്രാറ്റജികളുണ്ട്. പബ്ലിസിറ്റി ഒരു സ്ട്രാറ്റജിയും കൂടെ അതിനകത്ത് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ആ ഒരു രീതിയിൽ കാലത്തിനൊത്തും സഞ്ചരിച്ചുകൊണ്ട് പുതിയ കാലത്തിൻ്റെ സിനിമകളെ കൊണ്ടുവരാൻ
പ്രാപ്തിയുള്ള ഒരു നിർമ്മാണ സ്ഥാപനമായിട്ട് കോക്കസ് ഇന്ന് നിലനിൽക്കുകയാണ്, ഇനി തുടരാൻ പോവുകയും. തീർച്ചയായും. അപ്പോൾ സാറിനും അതുപോലെ സിയാദ് സാറും ഒക്കെ ഒരേ ടൈമാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പും അതുപോലെ തന്നെയാണ്, ഇപ്പോഴും ഉള്ളൊരു ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. ആൻഡ് നിങ്ങളുടെ ഫാമിലി ഒക്കെ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവാറുണ്ട്. ഇപ്പം സാറിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ ഫാമിലി ഒക്കെ ആയിട്ട് ഒരു വെക്കേഷൻ മൂഡൊക്കെ ആയിട്ട് നിങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു പേഴ്സണൽ ബന്ധം, എത്രത്തോളമാണ്, എങ്ങനെയൊക്കെയാണ്? ഞാൻ എൻ്റെ സിനിമയിൽ വന്നപ്പോൾ ഞാൻ സിനിമ ചെയ്ത ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്ത നിർമ്മാണ സ്ഥാപനം കോക്കേഴ്സാണ്. 5 സിനിമകളാണ്. മറ്റ് പിന്നെ ഇപ്പം കിരീടത്തിൻ്റെ പ്രൊഡ്യൂസർ കൃപ ഫിലിംസിന് അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു 3 സിനിമ മറ്റും ചെയ്തു. പക്ഷെ 5 സിനിമകൾ ചെയ്ത ഒരു നിർമ്മാണ സ്ഥാപനമില്ല. ഇപ്പോൾ മോഹൻലാലിൻ്റെ പ്രണവ് ആർട്സിന് വേണ്ടിയിട്ട് ഞാൻ 3 സിനിമകൾ ചെയ്തു. കിരീടത്തിൻ്റെ നിർമ്മാതാവിന് വേണ്ടി 3 സിനിമ ചെയ്തു. അങ്ങനെ 3-ൽ കൂടുതൽ എനിക്ക് തോന്നുന്ന ഒരു നിർമ്മാതാവിന് ഞാൻ തുടർച്ചയായിട്ട് സിനിമ, അല്ലെങ്കിൽ ഈ 40 വർഷങ്ങളിൽ 3 സിനിമകളിൽ കൂടുതൽ ചെയ്ത ഏക നിർമ്മാതാവ് കോക്കേഴ്സാണ്. അപ്പോൾ അത് തന്നെയാണ് ഒരു ഒരു ബോണ്ടിങ്ങിൻ്റെ, ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ, ഒരു വിശ്വാസത്തിൻ്റെ എല്ലാം കാര്യങ്ങളാണത്. നമ്മൾ ചെയ്യുന്ന എല്ലാ സിനിമകളും സക്സസ് ആയാലും ഫെയിലിയർ ആയാലും നമ്മുടെയുള്ള വിശ്വാസം നഷ്ടപ്പെടും. ഞാൻ കോക്കേഴ്സിന് വേണ്ടി ചെയ്ത സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമകളുണ്ട്, പരാജയപ്പെട്ട സിനിമകളുണ്ട്. പക്ഷേ അതൊന്നും നമ്മുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം നമ്മളുടെ ശ്രദ്ധക്കുറവ് കൊണ്ടല്ല, അല്ലെങ്കിൽ നമ്മളുടെ വീഴ്ച കൊണ്ടല്ല ആ പരാജയം സംഭവിക്കുന്നത്. അത് സിനിമയുടെ ഒരു ഫെയ്റ്റാണ്. വിജയിക്കാം, പരാജയപ്പെടാം. പക്ഷെ വിജയപരാജയങ്ങൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കാറില്ല, നമ്മുടെ ബന്ധങ്ങളെ ബാധിക്കാറില്ല എന്നതാണ്. എനിക്ക് വളരെ എന്നെ എപ്പോഴും സ്വാധീനിച്ചിട്ടുള്ള ഒരു വാക്ക് സംഗീത സംവിധായകൻ ജോൺസൺ പറഞ്ഞതാണ്. നമ്മുടെ ഇടയിൽ സൗഹൃദങ്ങൾ ഉണ്ടാകാൻ സിനിമ കാരണമായേക്കാം, പക്ഷേ ആ സൗഹൃദം നിലനിർത്താൻ സിനിമ വേണമെന്ന് പറയുന്നൊരു ഘട്ടം വന്നാൽ ആ സൗഹൃദത്തിൽ സത്യമില്ലാത്തതാണ്. സിനിമയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ സൗഹൃദം മുന്നോട്ട് പോകൂ എന്ന് പറയുന്നതിനകത്ത് ആത്മാർത്ഥമായൊരു സൗഹൃദമല്ല. സിനിമ നമ്മൾ ഒരുമിച്ച് ചെയ്താലും ചെയ്തില്ലെങ്കിലും നമ്മൾ സിനിമയിലൂടെ നമ്മളിൽ ഉണ്ടായ ഒരു സൗഹൃദത്തിന് കോട്ടം വരാതെ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടമാണ്. അദ്ദേഹം വേറൊരാളെക്കുറിച്ച് അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവത്തെ പറയണം. അദ്ദേഹവുമായിട്ട് നിരന്തരമായി സിനിമകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഒരു ഘട്ടത്തിൽ അദ്ദേഹവുമായിട്ടുള്ള സിനിമ ചെയ്യുന്ന ഒരു രീതിയിൽ നിന്ന് പിന്മാറിട്ട് പോയി പുതിയ ആൾക്കാരെ വെച്ച് സിനിമ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായ പിന്നെ ഒരു ഫോൺ കോൾ പോലെ ആ വ്യക്തിയിൽ നിന്നും വരാതായപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വല്ലാതെ തട്ടി. കാരണം സിനിമയിലൂടെ നമുക്കൊരു സൗഹൃദമുണ്ട്. നമ്മൾ ചില സിനിമ പരസ്പരം ചെയ്യുന്ന സമയത്താണ് നമ്മൾ പരിചയമാകുന്ന, അടുപ്പമാകുന്നത്, സൗഹൃദം ഉണ്ടാകുന്നത്. പക്ഷേ സിനിമ ചെയ്താവുന്ന സൗഹൃദം ഇല്ലാതായി തീരുമെന്ന് പറയുമ്പോൾ ആ സൗഹൃദം ഒരു കള്ള സൗഹൃദമായിരുന്നു. അത് ഒരിക്കലും ഞങ്ങളുടെ ഇടയിൽ സംഭവിച്ചിട്ടില്ല. ഞങ്ങളിൽ വിജയത്തിലും പരാജയത്തിലും ഞങ്ങൾ ആ സൗഹൃദത്തിന് ഒരു കോട്ടവും സംഭവിച്ചില്ല. കുടുംബബന്ധങ്ങൾക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. ഇന്നും ഞങ്ങൾ പരസ്പരം കുടുംബപരമായിട്ട് വലിയ ഒരു ബോണ്ടിങ്ങിൽ തന്നെ പോകുന്ന ആൾക്കാരാണ്. ഭാവിയിൽ ഞങ്ങൾ ഒരുമിച്ച് സിനിമ ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അതൊന്നും നമ്മുടെ അജണ്ടയല്ല. സൗഹൃദം കൊണ്ട് പരസ്പരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂഷണം ചെയ്യാറില്ല. കാരണം ആ ചൂഷണം വരുമ്പോഴാണല്ലോ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്. നമ്മുടെ സൗഹൃദത്തെ ഒരാൾ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് അയാളിൽ നേട്ടം ഉണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ, ഞാനോ ചെയ്യാതെ ശ്രമിച്ചാൽ ആ ബന്ധം അതിൻ്റെ സത്യസന്ധത ഇല്ലാതായി തീരും. അങ്ങനെ എനിക്ക് സിനിമയിലുണ്ടായ അത്തരത്തിലുള്ള അപൂർവമായ സിൻസിയറായിട്ടുള്ള സൗഹൃദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ സിയാദ് കോക്കറാണ്. അതോടൊപ്പം മറ്റു ആൾക്കാർ, ഇപ്പോൾ കിരീട ഉണ്ണിയെപ്പോലുള്ള ആൾക്കാർ, നമ്മൾ സിനിമ ചെയ്ത് നമ്മളുടെ കൂടെ സഞ്ചരിച്ച ഒരുപാട് പേരുണ്ട്. അവരോട്ടൊക്കെ സിനിമ ചെയ്താലും ചെയ്തില്ലെങ്കിലും ആ സൗഹൃദം നിലനിന്ന് പോകുന്നുണ്ട്. അത് ആണ് ഒരു ക്വാളിറ്റി എന്ന് പറയുന്നൊരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അത് തന്നെയാണ്. അല്ലാതെ അയാളിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും കിട്ടുമെന്നും എന്നിൽ നിന്ന് എന്തെങ്കിലും അയാൾക്ക് കിട്ടുമെന്നും പരസ്പരം ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നതിനകത്ത് ഒരു വീഴ്ച ഉണ്ടായാൽ അപ്പം ആ സൗഹൃദം പൊളിഞ്ഞു പോകും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ സൗഹൃദത്തിൽ നിന്ന് എടുത്ത് പറയാം, ആക്ച്വലി കോക്കേഴ്സിൻ്റെ സാറ് ഡയറക്റ്റ് ചെയ്യാത്ത, സാറ് ഭാഗമാകാത്ത ഫിലിംസിൻ്റെ ഒരുപാട് വർക്കുകളായിട്ട് ബന്ധപ്പെട്ടൊക്കെ സാറ് കൂടെ ഉണ്ടാവാറുണ്ട് എന്നുള്ളത് കാര്യം കേട്ടിട്ടുണ്ട്. സാർ ആക്ച്വലി ആ ഒരു വർക്കിൻ്റെ ഭാഗമല്ലേ പോലും സിയാദ് സാറിൻ്റെ ഭാഗമായിട്ട് ആ ഒരു വർക്കിൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്. തീർച്ചയായിട്ടും. കാരണം അത് എന്നെ അദ്ദേഹത്തിന് എപ്പോഴാണ് ആവശ്യമുള്ളത് അവിടെ ഞാനുണ്ടാവും. അത് ചോദിക്കാതെ തന്നെ ഞാൻ പോകാറുണ്ട്. ഇപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയുടെ പാട്ട്
ഇതുണ്ട്, സത്യം ശിവം സുന്ദരം. അത് എന്നെക്കാൾ വളരെ ജൂനിയർ ആയിട്ടുള്ള ഡയറക്ടേഴ്സാണ്, റാഫിയും മെക്കാട്ടുമാണ് ചെയ്തത്. പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞു അതിലൊരു പാട്ടും ഒരു സീനും ഊട്ടിയിൽ ഷൂട്ട് ചെയ്യേണ്ടത് ഒന്ന് എടുത്തു കൊടുക്കാമെന്ന് ചോദിച്ചു. ഞാനത് പോയി ചെയ്തു കൊടുത്തു. ഊട്ടിയിൽ പോയി. അതൊക്കെ വെറുതെ സൗഹൃദം കൊണ്ടാണ്. അത് അവരുടെ സമയത്തിൻ്റെ പരിമിതിയോ കാര്യങ്ങളൊക്കെ ഒരു പാട്ട് കുറച്ചേ ഉള്ളൂ, 2-3 ദിവസത്തെ വർക്ക് അവിടെ പോയി ചെയ്തു. പാട്ടും കുറേ സീനൊക്കെ ആയിരുന്നു. അത് അവിടെ ഊട്ടിയിൽ പോയി ഞാനാണ് ചെയ്തത്. അവർക്ക് അവരുടെ അസൗകര്യം കൊണ്ടാണ്. ഇപ്പം റാഫി മെക്കാട്ടിനും അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുമായിട്ട് തിരക്കിലായതുകൊണ്ടും ആ പടം റിലീസ് നീണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടും ഞാൻ എന്നെക്കൊണ്ടത് ചെയ്യാൻ ചെയ്തു. താരതമ്യേന ജൂനിയറായ ആൾക്കാരുടെ ഒരു പടം പോയി ഒരു സിനിമ ചെയ്യുക എന്നുള്ളത് ഒരുപക്ഷെ എല്ലാവരും അത് ചെയ്യത്തില്ലായിരിക്കും. ഞാനത് എൻ്റെ ക്വാളിറ്റി ആയിട്ടല്ല പറയുന്നത്. ഞാനത് പറയുന്നത് സൗഹൃദത്തിൽ നിന്നും ഉണ്ടായ ഒരു കാര്യമാണ്. സിയാദ് പറയുന്നതുകൊണ്ട് ഞാനത് ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇപ്പോൾ അവരുടെ ഒരു പുതിയ സിനിമയുടെ കഥ വരുമ്പോൾ അതുമായിട്ട് എന്നെ ഇൻഫോം ചെയ്യും, ഇങ്ങനൊരു കഥയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസവും സിയാദിൻ്റെ മകൾ എന്നെ വിളിച്ചു പറഞ്ഞു ഒരു സ്ക്രിപ്റ്റ് ഉണ്ടെന്ന് വായിച്ചു കേൾക്കണമെന്ന് പറയുന്നു. വായിച്ചിട്ടില്ല, ഈ ദിവസങ്ങളിൽ വായിക്കണം. അത് നമ്മളിൽ അവരർപ്പിക്കുന്നൊരു വിശ്വാസമാണ്. അങ്ങനെ ഒരു വിശ്വാസം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള കോൺഫിഡൻസ് അവർക്കുണ്ട്. എൻ്റെ അടുത്ത് ചോദിച്ചാൽ അതിന് അവർക്ക് ആ ചോദിക്കാവുന്ന സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും വർഷക്കാലത്തെ ഒരു സൗഹൃദമാണ്, ഒട്ടും നിബന്ധനകളൊന്നുമില്ലാണ്ട് ഭയങ്കര പ്യുവറായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് മുന്നോട്ട് പോകുന്നൊരു സൗഹൃദമാണ്. സോ ആ ഒരു സൗഹൃദത്തിൻ്റെ ഈ ഒരു ജേർണിയിൽ സിയാദ് സാറിനും ഒരുമിച്ചുള്ള ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മൊമെൻറ്റ്, എന്നും ഓർത്തിരിക്കാൻ പറ്റുന്നൊരു മൊമെൻറ്റ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട്. ഇപ്പം എൻ്റെ ഒരു എന്താണ് ഈ സമ്മരൻ ബദ്രഹം തൊട്ടാണ് ഞങ്ങൾ സിനിമകൾ ചെയ്ത് തുടങ്ങിയതെങ്കിലും ആ സിനിമയുടെ ലൊക്കേഷനിൽ തന്നെ ഇപ്പോൾ അതൊരു ഏപ്രിൽ മെയ് മാസത്തിലാണ് ഷൂട്ടിങ്. അത് സ്കൂളൊക്കെ അവധിയാണ്, വെക്കേഷൻ സമയമാണ്. അപ്പോൾ ഊട്ടി വലത്തൽസ് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ആ സിനിമയിൽ തന്നെ ഒരുപാട് കുട്ടികളുണ്ട്. ഈ പല പ്രായത്തിലുള്ള കുട്ടികൾ, അവരുടെ പേരൻസ്. ഓൾറെഡി അവിടെ തന്നെ ഒരു വെക്കേഷൻ മൂഡാണ്. ആ കൂട്ടത്തിലേക്ക് എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും സിയാദിൻ്റെ ഭാര്യയും സിയാദിൻ്റെ മക്കളും എല്ലാം അങ്ങനത്തെ എത്തിച്ചേരുമ്പോൾ അതൊരു വലിയ, നമ്മളവിടെ ശരിക്കും സമരംഭത്തിലെന്നൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന എന്തൊരു ജോലി ചെയ്യുകയാണ് നമ്മൾ എന്നുള്ള തോന്നലില്ല. നമ്മളൊരു വെക്കേഷൻ അവിടെ വന്നപ്പം അതും നടക്കുന്നുണ്ട് ഇതും നടക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ ഒരു സ്ട്രെയിൻ എടുത്തിട്ടേ ഇല്ല ആ സിനിമയ്ക്ക്. നമ്മൾ വളരെ എൻജോയ് ചെയ്ത് ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മക്കളൊക്കെ വേണ്ടിയൊന്ന് വടിയിലിരിക്കുക, അങ്ങനെയൊക്കെയുള്ള നമ്മളവിടെ ഹോളിഡേ പോയിട്ട് അതിനിടെ കൂടെ ഈ പണിയും നടക്കുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അത്തരത്തിൽ എൻജോയ് ചെയ്യുന്ന അത് എല്ലാ സെറ്റുകളിലും പറ്റത്തില്ല, എല്ലാ ലൊക്കേഷനുകളിലും നമുക്ക് അത്തരമുള്ള സ്വാതന്ത്ര്യം നമുക്ക് തോന്നത്തില്ല. ആരും ഒന്നും പറയില്ലായിരിക്കും. പക്ഷേ നമുക്ക് നമ്മുടെ ഫാമിലിക്കും കൂടെ കംഫർട്ടബിൾ ആകുന്ന ഒരു ആംബിയൻസ് ഉള്ളിടത്തേക്ക് ഞാൻ അവരെ കൊണ്ടുപോകാറുള്ളൂ. അല്ലെങ്കിൽ അവർ ജസ്റ്റ് ഇപ്പോൾ ഒരു ദിവസമൊക്കെ വന്നിട്ടൊക്കെ പോകാം. കുറേ നാൾ എന്നെ കാണാതിരിക്കുമ്പോൾ കുട്ടികൾ കാണണമെന്ന് പറഞ്ഞാൽ വന്ന് പോകും, 1-2 ദിവസം നിൽക്കും. അല്ലാതെ ഇങ്ങനെ പൂർണ്ണമായിട്ടൊക്കെ അവിടെ നിൽക്കുന്ന ഒരു സാഹചര്യം ഇത്തരത്തിൽ ഇപ്പോൾ കിരീടം, ഉണ്ണിയുടെ സിനിമകളിലൊക്കെ ആണെങ്കിൽ അവരും ഫാമിലി പോലെ തന്നെയാണ്. എപ്പോൾ വേണമെങ്കിലും വരികയും പോവുകയും ചെയ്യാം. അതൊന്നും അവർക്കൊരു അതൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വരുന്ന പോലെയുമല്ല. ഒരു വീട്ടിലേക്ക് നമ്മളൊരു ഗസ്റ്റായിട്ട് അവിടെ പോവുക, അല്ലെങ്കിൽ ഒരു സൗഹൃദത്തിൻ്റെ ഒരു രീതിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനപ്പുറത്തേക്കില്ല. സിയാദുമായിട്ടുള്ള ബന്ധത്തിൽ അങ്ങനെ ഒരുപാട് വളരെ വാന്തായിട്ടുള്ള ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. എണ്ണിയാലും പറഞ്ഞാലും തീരാത്തത്രയും. ചിലപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ അയാൾ പെട്ടെന്ന് വിളിക്കുന്ന, എവിടെയാണോ വാ നമുക്കിവിടെ കുറച്ച്, ഒരു കാര്യം ഉണ്ടാകത്തില്ല, അവിടെ പോയി ഒന്നുമില്ല, ഞങ്ങൾ പോയി അവിടെ കുറേ നേരം സംസാരിക്കും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംസാരിച്ചിട്ട് ഞാനും വൈഫും പോയി അവിടെ ഇരുന്ന് സംസാരിച്ച് കുറേ കഴിഞ്ഞ് വാച്ച് നോക്കുമ്പോൾ 1:15 വെളുപ്പിനെ. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു, കഥകൾ പറഞ്ഞ് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ അതൊരു എന്താണ് ഈ നേരത്തെ പറഞ്ഞ അൺകണ്ടീഷണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അത് ആർക്കും യാതൊരുവിധ അജണ്ടകളില്ലാത്ത റിലേഷൻഷിപ്പാണ്. ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ എന്തായാലും സാറിൻ്റെ മൂവീസ് ഇപ്പോൾ സമ്മരൻ ബദ്ലഹേം, ദേവദൂതൻ എല്ലാം കുറച്ചുകൂടി ഒരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മൂവീസാണ്. അപ്പോൾ ആ ഒരു മൂവീസിൻ്റെ ഒക്കെ കാര്യത്തിൽ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ സിയാദ് സാറിൻ്റെ സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു? ഇതാണ് നമ്മൾ ഒരു സിനിമയ്ക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് സിനിമയുടെ ആലോചന ഘട്ടത്തിൽ തൊട്ട് അതിൻ്റെ കഥയും തിരക്കഥയും എഴുതുന്ന ഘട്ടം തൊട്ട് ഓരോ ഘട്ടത്തിലും അദ്ദേഹം കൂടെ ഉണ്ടാകും. എപ്പോഴും എന്താണ് ഓരോ ദിവസത്തെ അത്
ഇഷ്ടം കൊണ്ടാണ്, ക്യൂരിയോസിറ്റി ആണ്. എന്താ ഇന്ന് നമ്മളൊരു ദിവസം റൈറ്ററും ഡയറക്ടറും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്യാം. പുള്ളി വൈകുന്നേരം ചേർക്കാൻ കഴിഞ്ഞത് ഇന്നെന്തായി പുതിയ ഡെവലപ്മെൻറ്റ് എന്താണ് കഥയിലുണ്ടായിരിക്കുന്നത്, അതറിയാനുള്ള ഒരു ആകാംക്ഷയിലാണ്. ഈ പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ നമ്മൾ കൂടെ ഇരിക്കും, കാരണം പാട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ അത് ആസ്വദിച്ച് അങ്ങനെ ഒരു എൻജോയ്മെൻ്റ് ആണ്. നമ്മൾ ഭയങ്കര ആർക്കോ വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കാമെന്ന് നമുക്കും തോന്നത്തില്ല, ഞാൻ ഒരാളെ കൊണ്ട് പണിയെടുപ്പിക്കാമെന്ന് മറ്റേ ആൾക്കും തോന്നത്തില്ല. നമ്മളൊരു ഒരു കലാസൃഷ്ടി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ, ആ സുഖത്തിൽ തന്നെയാണ് സിയാദിനോട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം മറ്റു പല സംവിധായകരുടെ കാര്യത്തെപ്പറ്റി എനിക്കറിയില്ല, പക്ഷേ എനിക്കൊരു സിയാദ് എനിക്ക് ഇന്നൊരു സാധനം വേണം, എന്തിനാടോ അതൊന്നും ചോദിക്കത്തില്ല. അത് ഞാൻ ചോദിക്കുന്നത് ആത്മാർത്ഥമായിട്ടും സിനിമയുടെ ആവശ്യത്തിന് വേണ്ടി അത് വേണ്ടതാണെന്ന് തോന്നുന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അല്ലാതെ നമ്മുടെ അടുത്ത് ചോദ്യങ്ങളൊന്നുമില്ല, അതിൻ്റെ ആവശ്യമുണ്ട്, ഇത് പോരെ എന്നൊന്നുമില്ല. എന്താണോ നമുക്ക് വേണ്ടത് അത് തരും, അതിനേക്കാൾ കൂടുതലായിട്ട് നല്ലതായിട്ട് തരാൻ ശ്രമിക്കാറുണ്ട്. എപ്പോഴും ഒരു കോംപ്രമൈസ് ഉണ്ടാകത്തില്ല. അപ്പം കോക്കേഴ്സിന്റെ സിനിമകളിൽ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, കോക്കേഴ്സായിട്ട് ചേർന്നിട്ടുള്ള സിനിമകളിൽ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു സിനിമ ഏതാണ്? ദേവദൂതനുണ്ട്, അപൂർവരാഗമുണ്ട്, സമ്മറിൻ ബദ്രേകമുണ്ട്. ഇതൊക്കെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള സിനിമകളാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരുമിച്ച് ചേർന്നപ്പോഴൊക്കെ ഒരുപാട് സോങ്സിന്റെ മാജിക് നടന്നിട്ടുണ്ട്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് സോങ്സ് പിറന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സോങ് അതേതാണ്? ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. മക്കളിൽ ആരോടാണ് കൂടുതൽ ഇഷ്ടമെന്ന് ചോദിക്കുന്നവരെയാണ്. കാരണം വിദ്യാസാഗർ, ഞാനും സിയാദുമായിട്ട് ചെയ്ത സിനിമകളിൽ സമ്മറിലാണെങ്കിലും വിദ്യാസാഗറുണ്ട്, സിയാദിൻ്റെ കോക്കേഴ്സിൻ്റെ പ്രൊഡക്ഷനിൽ സമ്മറിലുണ്ട്, ദേവദൂതനിലുണ്ട്, അപൂർവരാഗത്തിലുണ്ട്, ആലിസ് ഇൻ വണ്ടർലാൻഡിലുണ്ട്. ഒരു സിനിമയിൽ മാത്രമാണ് മോഹൻ സിത്താര വന്നത്, 1000 രൂപ. ബാക്കി എല്ലാ സിനിമകളും ഞങ്ങൾ വിദ്യാസാഗറിനോട് ചെയ്ത സിനിമകളാണ്. ഈ 5 സിനിമകളിലും നല്ല പാട്ടുകളുണ്ട്. അപ്പം ആ കമ്പോസിങ് തൊട്ട് നമ്മളതിനെ ആസ്വദിച്ച് വരുന്നുണ്ട്. അതിൻ്റെ പിക്ചറൈസേഷൻ സമയത്ത് നമ്മളത് ആസ്വദിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഇഷ്ടപ്പെട്ട പാട്ടുകൾ തന്നെയാണ്, ഒന്നൊന്ന് മാത്രമായിട്ട് പറയാൻ കഴിയാത്ത വിധത്തിൽ. എന്നാൽ ഔട്ട്സ്റ്റാൻഡിങ്ങും എവർഗ്രീനുമായി അല്ലെങ്കിൽ കാലങ്ങളോളം നിൽക്കാൻ പോകുന്ന പാട്ടെന്ന് പറയുന്നത് എന്തൊരു മഹാനുഭാവം തന്നെയാണ്. കാരണം ദാറ്റ് ഈസ് എ ക്ലാസ്, എല്ലാത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു സംതിങ് വെരി യുണീക്ക് ആൻഡ് സ്പെഷ്യൽ. അതെ, അതാണ് അതിനെ കവച്ചു വെക്കാൻ ഒരു മലയാള സിനിമയിൽ അത്തരത്തിലുള്ളൊരു കമ്പോസിഷൻ, ഒരു ക്രിയേറ്റിവിറ്റി സംഭവിച്ചിട്ടില്ല. തീർച്ചയായും, ശരി. അപ്പോൾ എന്തായാലും സാറ് ഇപ്പോൾ നിങ്ങൾ ഒരുപാട് മൂവീസ് ചെയ്തു, ഇനിയിപ്പോൾ എപ്പോഴാണ്, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂവീനെ എപ്പോഴാണ് ചെയ്യാന്നറിയില്ല, എന്നാലിപ്പം സാറിൻ്റെ സിയാദ് സാറിൻ്റെ മകൾ ഇപ്പോൾ തിരക്കഥയൊക്കെ അയച്ചു തന്നപ്പോൾ സാർ ചെക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഓരോരോ മൊമെൻറ്റ്, സിനിമയായിട്ട് ബന്ധപ്പെട്ട മൊമെൻറ്റ് ഇപ്പം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നില്ല. അപ്പോൾ അങ്ങനെ ഏതൊരു മൊമെൻറ്റിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ലേ, യെസ് ഒരുമിച്ച് ഇനി ഒന്ന് ചെയ്യുമോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനൊന്നുമില്ല. അത് ഒരു സമയം ഇപ്പം നമ്മൾ ഒരു സിനിമ ചെയ്യാം എന്ന് പറഞ്ഞ ഒരു സിനിമ ഉണ്ടായി വരിക, ഞാൻ പറയില്ല, ഇറ്റ് ജസ്റ്റ് ഹാപ്പൻസ്. അതായത് ഞാൻ പ്ലാൻ ചെയ്തിട്ട് ഞാൻ സിയാദ് പറയാ ഞാൻ സിബിയെ വെച്ചൊരു സിനിമ തുടങ്ങാൻ പോകുന്നു, അങ്ങനെയില്ല. എവിടുന്നെങ്കിലും നമ്മളറിയാതെ അത് ഇങ്ങനെ പൊങ്ങി വരും. അങ്ങനെ വരുമ്പോഴാണ് അതൊരു അങ്ങനെ ഒരു നാച്ചുറലായിട്ടുള്ളൊരു ഇവോൾവിങ് ഉണ്ടാകുമ്പോൾ അതൊരു നല്ല സിനിമ ഉണ്ടാകും. അത് ഞാനിപ്പോൾ നമുക്ക് ഒരുമിച്ചൊരു സിനിമ ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയും ചെയ്തിട്ടുണ്ട് 1-2 സിനിമകൾ. ആ സിനിമകളൊക്കെ ഞാൻ പറഞ്ഞ ലിസ്റ്റിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. അല്ല, അത് ചില പ്രത്യേക സാഹചര്യത്തിൽ 1000-1 എന്ന് പറയുന്ന സിനിമ ശരിക്കും ചെയ്യാനുള്ള സിനിമയായിരുന്നില്ല. ഒരു പ്രത്യേക ഘട്ടത്തിൽ ഷൂട്ടിങ്ങിൻ്റെ തൊട്ട് മുമ്പ് പ്രൊഡ്യൂസർ ബാക്കൗട്ട് ചെയ്തപ്പോൾ അത് ഏറ്റെടുത്ത ആളാണ്. അങ്ങനെ വന്ന് ചെയ്തു. അതും എൻ്റെ സംബന്ധിച്ചോളം എൻ്റെ ജീവിതത്തിൽ പെട്ടെന്ന് ഒരു ശൂന്യതയിൽ നിന്നും ഒരാൾ എന്നെ സഹായിക്കാൻ എത്തുകയാണ്. എനിക്കത് വിളിച്ചു പറയാൻ ഒരാളെ ഉണ്ടെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ഞാൻ ഷൂട്ടിങ്ങിനായിട്ട് പുറപ്പെടാനായിട്ട് ടിക്കറ്റും എടുത്ത് ഒരു ഞാൻ അന്ന് ചെന്നൈയിൽ താമസിക്കാം. ചെന്നൈയിൽ നിന്ന് രാത്രിയിലത്തെ മാംഗ്ലൂർ മെയിലിന് ഞാൻ കയറുകയാണ്, ഷൊർണൂരേക്ക് പോവുകയാണ്. നാളെ രാവിലെ ഷൂട്ടിംഗ് തുടങ്ങാനായിട്ട് എല്ലാവരും അസംബിൾ ആകുകയാണ് അവിടെ. ആ ഉച്ചയ്ക്ക് വന്നിട്ട് ഈ പ്രൊഡ്യൂസർ പറയുന്നു ഞാൻ ബാക്കൗട്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. ഞാനൊരു ശൂന്യതയിലായി, എല്ലാവരും എന്നെ വിശ്വസിച്ച് അവിടെ നിൽക്കുന്നു. അപ്പോൾ എനിക്ക് വിളിക്കാൻ ഒറ്റ ഒരാളേ ഉള്ളൂ, ഒറ്റ ആളെ എൻ്റെ മനസ്സിലേക്ക് വന്നുള്ളൂ, സിയാദാണ്. ഞാൻ സിയാദിനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ്, താൻ ധൈര്യമായിട്ട് പുറപ്പെട്ടോ, ഞാൻ രാവിലെ അവിടെ എത്തുന്നു. അത്രേ ഉള്ളൂ. കാരണം എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമയുടെ കഥയൊന്നും അതേ ഇല്ല.
താൻ ട്രെയിൻ കയറിക്കോ, ഞാൻ രാവിലെ അവിടെ ഉണ്ടാകുന്നുണ്ട്. ഞാനിവിടെ ട്രെയിൻ ഇറങ്ങുമ്പോൾ സിയാദ് എറണാകുളത്ത് കാറിൽ അവിടെ എത്തി. അവിടെ വെച്ചിട്ട് എന്താണ് പരിപാടി എന്ന് ചോദിച്ചാൽ ഇതൊക്കെ കഥ. ഓക്കെ, നമുക്ക് 2 ദിവസം ഒന്ന് നിൽക്കുക. അപ്പോൾ ഒരാൾക്ക് പെട്ടെന്ന് ടേക്ക് ഓവർ ചെയ്യാനായിട്ട് സമയമുണ്ട്. 2 ദിവസം കൊണ്ട് എല്ലാം പെട്ടെന്ന് വരുത്തി പുള്ളി ടേക്ക് ഓവർ ചെയ്ത സിനിമ നടക്കുകയാണ്. അല്ല, അത് അങ്ങനെ പോയി പെട്ടെന്ന് നമുക്ക് ഒരു കൈത്താങ്ങാകാൻ ആൾക്കാർ ഉണ്ടാകുക എന്നുള്ളത് വലിയ ഭാഗ്യമല്ലേ. സിയാദ് എപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ്. തീർച്ചയായും. അപ്പൊ എന്തായാലും നിങ്ങൾ ഒരുമിച്ചുള്ള സിനിമയ്ക്ക് വേണ്ടി തീർച്ചയായും നമ്മൾ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടാവണം. എനിക്ക് എൻ്റെ വലിയ ആഗ്രഹങ്ങളെന്നാണ് ഞാൻ പറഞ്ഞ ഈ 2 പേര് കാണും. ഇപ്പം കിരീട ഉണ്ണിക്കായാലും സിയാദ് കോക്കറിനായാലും ഏത് സമയത്തും ഞാൻ അവൈലബിളാണ്. കാരണം അവർക്ക് എൻ്റെ സിനിമകൾ കൊണ്ട് ലാഭങ്ങളും നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കൂടുതലും ഉണ്ടായ നഷ്ടങ്ങളെ എന്താണ് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് എനിക്ക് എന്നുള്ള അതിനകത്ത് എനിക്കും അത് ആ ഉത്തരവാദിത്വത്തിൽ മാറി നിൽക്കാൻ കഴിയില്ല. പരാജയം ഉണ്ടാകുമ്പോൾ നമ്മൾ അതെല്ലാം കൂടെ വേറെ ആളുടെ തലയിൽ കെട്ടി വെച്ചിട്ട് ഞാനെന്ന് പറഞ്ഞില്ല എന്ന് പറയുന്നതും ശരിയല്ല. അതിൻ്റെ എന്നെ സംബന്ധിച്ചൊരു സിനിമയുടെ പരാജയം എന്ന് പറയുന്നത് പക്ഷേ അതൊരു ബാഹ്യമായ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷേ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് അതെന്ന് പറയുന്നത് ഭയങ്കര ഒരു വലിയ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു സെറ്റ് ബാക്സ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെ നിൽക്കാനുള്ള ഉത്തരവാദിത്വം കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ബന്ധങ്ങൾ സിനിമയിൽ തുടരട്ടെ. തീർച്ചയായും. അപ്പോൾ നിബന്ധനകൾ ഏതുമില്ലാത്ത, അജണ്ടകളൊന്നുമില്ലാത്ത സിനിമ എന്നൊരൊറ്റ ഫാക്ടറിൽ മാത്രം ഊന്നിയല്ലാത്ത ഒരു സൗഹൃദം അത് ഇനിയും ഒരുപാട് വർഷക്കാലം നിലനിന്നു പോട്ടെ. തീർച്ചയായും. അപ്പോൾ ഈ ഒരു 40ാം വർഷം ആഘോഷിക്കുന്ന സിനിമ കൊക്കേഴ്സിൻ്റെ ഫിലിം ബാനേഴ്സിനും ഒക്കെ ഒരു വലിയ ആശംസകൾ നേരാം. താങ്ക് യു സോ മച്ച് സർ.